ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം സാംസങ്ങിൻ്റെ ഫോണിൽ എങ്ങനെയാണ് ആപ്പ് ലോക്ക് വെക്കുകയെന്ന്. അപ്പോൾ ഈ ആപ്പ് ലോക്ക് സാധാരണ നമുക്ക് സാംസങ്ങിൻ്റെ ഫോണിൽ കിട്ടാറില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെറിയൊരു കുറുക്കുവഴി പറഞ്ഞുതരാം എങ്ങനെയാണ് ആപ്പ് ലോക്ക് വെക്കുകയെന്ന്. ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി ആപ്പ് ലോക്ക് വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഗാലറിയുടെ ആപ്പ് കാണാണ്ടല്ലോ. ഇപ്പോൾ ഈ ഗാലറിയുടെ ആപ്പിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് എനിക്ക് ഗാലറി ആപ്പിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ പോവുക. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ട് ഈ ഷോർട്ട് കട്ട് മേക്കർ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ്റെ അതൊന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. 2.3 MB സംതിങ് ഉള്ളൂ ഈ ഷോർട്ട് കട്ട് മേക്കറിൻ്റെ സൈസ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് പോവുക. ബാക്ക് പോയിട്ട് ഹോം സ്ക്രീൻ ഉണ്ട്. ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ വിഡ്ജറ്റ്സ് വരും. ഇവിടെ വിഡ്ജറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരിക. ഇവിടെ ഷോർട്ട് കട്ട് മേക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഷോർട്ട് കട്ട് സ്റ്റാൻഡേർഡിൽ പോയിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് ഹോം സ്ക്രീനിൽ കൊണ്ടുവരിക. അപ്പോൾ ഒരു ഓപ്ഷൻ തുറക്കും, ആപ്സ്. ഇപ്പോൾ ഈ ആപ്സിൽ ക്ലിക്ക് ചെയ്യുക. ആപ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ആപ്പാണ് നിങ്ങൾക്ക് ലോക്ക് ചെയ്യേണ്ടത് ആ ആപ്പ് ചൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എനിക്ക് ക്യാഷിഫൈ ആണ് ലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷിഫൈയിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ താഴത്തേക്ക് വരുമ്പോൾ ഷോർട്ട് കട്ട് ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആവും. അത് ഓൺ ആക്കി കൊടുക്കുക. ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹോം സ്ക്രീനിൽ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇതൊരു ഷോർട്ട് കട്ടാണ്, ആക്ച്വൽ ആപ്പല്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ഡിഫറൻസും അറിയാൻ പോകണില്ല. ഇതിൽ ആപ്പാണോ ഷോർട്ട് കട്ടാണോ നിങ്ങൾക്ക് ഒരു ഡിഫറൻസും അറിയാൻ പോകണില്ല. അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോം സ്ക്രീനിൽ ഒന്നുകൂടി ലോങ് പ്രസ് ചെയ്യുക. സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഹൈഡ് ആപ്സ് ഓൺ ഹോം സ്ക്രീൻ ആൻഡ് ആപ്പ് സ്ക്രീന്. ഇപ്പോൾ ആക്ച്വലി ഒരു ആപ്പ് ഉണ്ടാവുമല്ലോ, അത് ആക്ച്വലി ആ ആപ്പ് ലോക്കായിട്ടില്ല, പക്ഷേ ഷോർട്ട് കട്ടാണ് ലോക്കായിരിക്കുന്നത്. അപ്പോൾ ആ ആപ്പ് നമ്മൾ സെർച്ച് ചെയ്യുക. ഹൈഡ് ആപ്സിൽ പോയി കഴിഞ്ഞിട്ട് ക്യാഷിഫൈ എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ക്യാഷിഫൈ ഇവിടെ കണ്ടില്ലേ, ക്യാഷിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആപ്പ് ഹൈഡ് ചെയ്യുക. നമുക്ക് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് ഇവിടെ ഓൾറെഡി പ്രസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഹോം സെർച്ചിൽ പോയിട്ട് ക്യാഷിഫൈ എന്ന് സെർച്ച് ചെയ്താലും നമുക്കത് കാണാൻ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ക്യാഷിഫൈ ആപ്പ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് കൊടുത്താൽ മാത്രമാണ് ഈ ക്യാഷിഫൈ ആപ്പ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഇതേമാതിരി നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലോക്ക് ചെയ്ത് വെക്കണം, ഇതേമാതിരത്തെ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ആപ്ലിക്കേഷൻ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സാംസങ് ഫോണിൽ ആപ്പ് ലോക്ക് വെക്കാൻ പറ്റുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്